വെൽക്കം ടു കറിലേവ്സ് റെസിപ്പി വിത്ത് ഉഷ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമ്മൾ പലതരം പലഹാരങ്ങളും ഉണ്ടാക്കാറുണ്ട്. അതിലൊന്നാണ് ഉപ്പുമാവ്. വെളുത്ത റവ, ഗോതമ്പ് റവ, പൊടിയരി, അവില് കൊണ്ടൊക്കെ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാറുണ്ട്. പച്ചരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? വളരെ സ്വാദുള്ള പച്ചരി ഉപ്പുമാവാണ് ഇന്നത്തെ റെസിപ്പി. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: വറവിടാൻ കടുക്, നല്ല ജീരകം, വറ്റൽമുളക്, ചെറിയ ഉള്ളി അരിഞ്ഞത്, ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോള ഉപയോഗിക്കാവുന്നതാണ്, പച്ചമുളക്, ഇഞ്ചി അരിഞ്ഞത്, കരിവേപ്പില, കുറച്ച് ചിരകിയ തേങ്ങ. ഇനി അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പച്ചരി. ഇതിന്റെ കറുത്ത അരിയും കല്ലൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ഉപ്പുമാവല്ല ഉണ്ടാക്കുന്നത്, അപ്പൊ ഇത് റവയുടെ പരുവത്തിലേക്ക് ആക്കണ്ടേ. അതുകൊണ്ട് മിക്സിയിലിട്ടൊന്ന് തരുതരുന്നതിന് നമുക്ക് റവയുടെ പരുവത്തിലേക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് പച്ചരി. തരുതരുന്നതിന് റവയുടെ പരുവത്തിലേക്ക് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടൂട്ടാ. അപ്പൊ ഇതുകൊണ്ടും ആണ് നമ്മളിപ്പോ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇത് നല്ല വെള്ളത്തിൽ 2-3 തവണ നന്നായി കഴുകി നമുക്ക് വെള്ളം ഊറ്റി വയ്ക്കാം. ഇങ്ങനെ വെള്ളത്തിൽ കഴുകുന്ന സമയത്ത് വളരെ നൈസായിട്ടുള്ള പൊടിയാണെങ്കിൽ വെള്ളത്തിൽ കൂടെ പോകും. അതുകൊണ്ട് വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയിട്ട് കുറച്ച് നേരം അവിടെ വെക്കുക. വെച്ചാൽ വെള്ളം തെളിഞ്ഞു വരും. ആ സമയത്ത് കളയുന്നാളും മതി. അപ്പോൾ അങ്ങനെ 3 തവണ ഞാൻ ഇത് കഴുകി വെള്ളം ഊറ്റി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള ഫ്രൈയിങ് പാൻ, അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് എണ്ണ ഉണ്ടെങ്കിലാണ് റവ ഉപ്പുമാവ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ റവ പറയുന്നത് പച്ചരി പൊടിച്ചതാണ്. എണ്ണ നന്നായി മൂത്ത് വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ ജീരകം, വറ്റൽമുളക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ജീരകം കുറച്ച് കൂടുതൽ ഇടുന്നതുകൊണ്ട് ഉപ്പുമാവിന് ടേസ്റ്റ് കൂടുതലാണ്. അതാണ് ഇതിന്റെ ഫ്ലേവർ. പിന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഒന്ന് ഫ്ലെയിം സിമ്മാക്കാം, കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും ഫ്രൈ ചെയ്യാനും കറി വെക്കാനും തോരൻ വെക്കാനും ഒക്കെ ഇങ്ങനത്തെ ഇൻഡാലിയത്തിൻ്റെ ഫ്രൈങ് പാനാണ് ഉപയോഗിക്കാറ്. നല്ലതാണ് കേട്ടോ. ഫ്രൈങ് പാനൊക്കെ ആണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ അതിൻ്റെ കോട്ടിംഗ് ഒക്കെ പോവും. പിന്നെ അത് നമ്മുടെ ഫുഡിലൊക്കെ ആവും. ഇതാണെങ്കിൽ ഒരു കേടില്ല, വളരെ നല്ലതാണ്. ഇനി അതിലേക്ക് ചിരകിയ തേങ്ങ കൂടെ ഞാൻ ഇട്ട് കൊടുത്ത് ഇളക്കുന്നുണ്ട്. തേങ്ങ ഇപ്പം ചേർക്കാം, അല്ലെങ്കിൽ ലാസ്റ്റും ചേർക്കാം. പക്ഷെ ഇപ്പം ചേർക്കുമ്പോൾ തേങ്ങയുടെ വറവിൻ്റെ വാസനയ്ക്ക് ഉപ്പുമാവുണ്ടാവും. വളരെ നല്ല ഫ്ലേവറാണ് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പെന്ന് പറയുമ്പോൾ ഈ വറവിനും പച്ചരിക്കും എല്ലാത്തിനും അത്രയും ഉപ്പിട്ട് കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന പച്ചരിപ്പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പച്ചരിയുടെ റവ ഒന്ന് എണ്ണയിൽ മൂക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി ഇതൊക്കെ വെന്ത് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ? അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കും. നമ്മുടെ ഈ അരിയുടെ ലെവലിലേക്ക് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അത് മതിയാവും ഉപ്പുമാവ് വേവാൻ. അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. വീഡിയോ ആദ്യമായി കാണുന്നവരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടാതെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ അതിൽ ഓൾ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഈ സമയത്ത് നന്നായി ഇളക്കി കൊടുക്കാം. തീ ഒന്ന് ഫ്ലെയിം ഒന്ന് സിമ്മാക്കി വെക്കുന്നത് നല്ലതാണ് വെള്ളം വറ്റുമ്പോൾ. അപ്പോൾ നന്നായി അരിയൊക്കെ വെന്തിട്ടുണ്ടാവും. എന്നാലും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം മുഴുവനായി വറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ കുഴഞ്ഞ മാതിരി ഉണ്ടാവും ഉപ്പുമാവ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെയാണ് നമ്മൾ ഇതുപോലെ യൂട്യൂബ് ചാനൽ ചെയ്യുന്നവർക്കുള്ള ഒരു മോട്ടിവേഷൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചരി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വിളമ്പാം. തയ്യാറായിരിക്കുന്ന ഉപ്പുമാവ്. ഇതിലെ ജീരകത്തിൻ്റെ മണം തേങ്ങ മരത്തിൻ്റെ മണമൊക്കെയാണ് വളരെ ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ. അതുകൊണ്ട് ജീരകം നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. പച്ചരിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ബാച്ചിലേഴ്സിനും പുതിയതായിട്ട് കുക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ഈ ഉപ്പുമാവിൻ്റെ കൂടെ പഴം, പപ്പടം, തേങ്ങാ ചട്നി എല്ലാം കൂടി കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ പച്ചരി ഉപ്പുമാവ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ല റെസിപ്പിയിൽ നമുക്ക് കാണാം. Till then, take care. Bye bye.